ഇന്നിവിടെ പഠിപ്പിക്കാൻ പോണ എന്താന്ന് വെച്ചാൽ ലാസ്റ്റ് സെഷനാണ്. ലാസ്റ്റ് സെഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ ഗിറ്റ്ഹബിൽ അപ്ലോഡ് ചെയ്ത് നമ്മുടെ ആ കോഡ് നമുക്ക് അതെങ്ങനെ ഹോസ്റ്റ് ചെയ്യാം എന്ന് വെച്ചാൽ ജാങ്കോയിലുള്ള അതെങ്ങനെ നമുക്ക് ഹോസ്റ്റ് ചെയ്യാം. അപ്പൊ ഞാൻ യൂസ് ചെയ്തേക്കുന്നത് പൈത്തൺ എനിവേർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതാണ്. അപ്പൊ പൈത്തൺ എനിവേറിൽ ഹോസ്റ്റ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പൊ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതേപോലൊരു കൺസോളിലേക്ക് കിട്ടും. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഗിറ്റബിൽ എൻ്റെ കോഡും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. ഗിറ്റബിൽ എൻ്റെ ബ്ലോഗ് എന്ന് പറഞ്ഞ കിടപ്പുണ്ട്. എൻ്റെ ഓരോ കോഡും കാര്യങ്ങളെല്ലാം കിടപ്പുണ്ട്. പിന്നെ പറഞ്ഞല്ലോ ഡാഷ്ബോർഡ്. അപ്പോൾ ജസ്റ്റ് കൺസോളിൽ നിന്ന് തുടങ്ങാം. എടുത്തിട്ട് നമുക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങൾ സെറ്റപ്പ് ചെയ്യാം. നമ്മൾ നമ്മുടെ പി സിയിൽ സെറ്റപ്പ് ചെയ്ത പോലെ തന്നെ എന്തൊക്കെയാ നമുക്കിവിടെ പിപ്പ് പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യണം. അങ്ങനത്തെ കാര്യങ്ങൾ കുറച്ച് പരിപാടി ഉണ്ടാവും. ഞാൻ കാണിച്ചു തരാം. ആദ്യം നമുക്ക് ക്ലോൺ ചെയ്യണം. ഗിറ്റ് ക്ലോൺ ഗിറ്റ് ക്ലോൺ നമ്മുടെ ആ യു ആറിൽ നമ്മുടെ ഇതിന്റെ ക്ലോൺ ചെയ്യാനുള്ള യു ആറിൽ ഓക്കെ അത് എടുക്കുക. അതവിടെ ക്ലോൺ ആവും. അപ്പൊ ക്ലോണായി. എന്നിട്ട് ഒന്ന് നോക്കാട്ടോ. നമ്മുടെ ഇത് ഉണ്ട്. അപ്പൊ ഇതേ പൈത്തൺ ജാങ്കോ ബ്ലോഗ് ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞത് ഇപ്പൊ ആഡ് ചെയ്താണിത്. ഓക്കെ, അപ്പൊ നമുക്ക് അതിനകത്തേക്ക് കയറാം. സി ഡി പൈത്തൺ ട്യൂട്ടോറിയൽസ് അതിനകത്തേക്ക് കയറി. അപ്പൊ അതിനകത്തേക്ക് നമ്മൾ കയറി. അപ്പൊ അവിടെ നമ്മളൊരു എൻവയോൺമെന്റ് സൃഷ്ടിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ആ ഒരു ഫോൾഡറിൽ മാത്രം, അപ്പൊ പല ഫോൾഡറിലും പൈത്തന്റെ പല പല വേർഷൻസ്, അപ്പൊ നമുക്ക് അങ്ങനത്തെ പല പല ആവശ്യങ്ങൾ വരും. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനിൽ അതിന്റെ ആവശ്യം ഇല്ലാണ്ടിരിക്കാൻ, അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ വേർഷന്റെ പ്രശ്നങ്ങളൊന്നും വരാണ്ടിരിക്കാൻ നമുക്കൊരു വെർച്വൽ എൻവയോൺമെന്റ് സൃഷ്ടിക്കാം. അപ്പൊ വെർച്വൽ എൻവയോൺമെന്റ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ ഈ ഫോൾഡറിലെ കണ്ടന്റിന് വേണ്ടി കുറച്ച് എന്താ പറയാ റിക്വയർമെന്റ്സ് വൈസ് പൈത്തണിന്റെ 3.8 വെർഷൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അതും ജാങ്കോന്റെ ഇന്ന വെർഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ ഒരു എൻവയോൺമെന്റ് ഉണ്ടാക്കി വെക്കാം. അപ്പൊ MK വെർച്വൽ എൻവയോൺമെന്റ് മൈനസ് പൈത്തൺ usr/bin/python 3.8. നമുക്ക് ബ്ലോഗ് env എന്ന് കൊടുക്കാം. ബ്ലോഗിന്റെ എൻവയോൺമെന്റ് എന്നാണ് കൊടുക്കുക. അപ്പൊ അതവിടെ പൈത്തന്റെ എൻവയോൺമെന്റ് ഉണ്ടാക്കും. ഇൻസ്റ്റാളിങ് പിപ്പും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് വരുന്നു. വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും ഞാൻ ഒരിന്റെ പൈത്തൺ എനിവേർ നമുക്ക് പൈത്തൺ അതിന് തന്നെ വേറെ ബാക്കിലേക്ക് എടുത്ത് വേറെ ടാബ് എടുത്തുന്നുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ അതിന്റെ ഒരു ആ ഡാഷ്ബോർഡിലേക്ക് തിരിച്ചു വന്നു. അവിടെ നമുക്ക് ഇതേ പുതിയൊരു അതിന്റെ വേറെ ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പോഴേക്കും മീൻ വൈൽ അത് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ പിപ്പ് ഇൻസ്റ്റാൾ ജാങ്കോ കൊടുക്കാം. നമുക്ക് പിപ്പ് ഇൻസ്റ്റാൾ ജാങ്കോ പിപ്പ് ഇൻസ്റ്റാൾ ജാങ്കോ കൊടുത്ത് കഴിയുമ്പോഴേക്കും അവിടെ ജാങ്കോന്റെ കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ആയിക്കോളും. മീൻ വൈൽ നമുക്ക് ഇവിടെ വെബിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. വെബ് പേജിന്റെ കാര്യങ്ങളും ഡൊമൈനും നമുക്ക് ഇപ്പൊ തൽക്കാലം നമ്മൾ കാശ് കൊടുത്ത് ഡൊമൈൻ വാങ്ങാനുള്ള അവർ തന്നെ ഒരു ഡൊമൈൻ നെയിം വെച്ചിട്ടാണ് നമ്മൾ പോണേ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് മാനുവൽ കോൺഫിഗറേഷൻ ചെയ്യാം. നമ്മൾ പൈത്തൺ 3.8 ആണ് ഉപയോഗിക്കുന്നത്. പിന്നെന്താ, ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പൊ അതിവിടെ ക്രിയേറ്റ് ആയിട്ട് വരും. എന്നിട്ട് നമുക്ക് നമ്മുടെ ഈ എൻവയോൺമെന്റ്
എൻവയോൺമെന്റ് നമുക്ക് എന്തായിരുന്നു ബ്ലോഗ് നമുക്ക് നോക്കാം. എന്തായിരുന്നു ഇവിടെ എൻവയോൺമെന്റിന്റെ പേര്? എവിടെയാ കൊടുത്തേ? അതെ, ഇത് കൊടുത്തു. ഇത് കൊടുത്തു കഴിഞ്ഞപ്പോ കിട്ടിയതാണ് ഇവിടെ. ഓക്കെ, ബ്ലോഗ് ENV എന്നാണ് എൻവയോൺമെന്റ് പേര്. ഇത് കണ്ട ബ്ലോഗ് ENV. അപ്പൊ നമുക്ക് ബ്ലോഗ് ENV കൊടുക്കാം. ബ്ലോഗ് ENV. ഓക്കെ, യെസ്, അത് സെറ്റായി. പിന്നെന്താ, പിന്നെ നമുക്ക് ഇവിടെ ഒരു സാധനം ഉണ്ട്, കാണിച്ചു തരാം. ഈ കോഡിൽ കുറച്ച് കോൺഫിഗറേഷൻ ഫയൽസ് ആണ് അതൊക്കെ. അപ്പൊ ഇതിൽ ചെറിയ അപ്ഡേറ്റും കാര്യങ്ങളും കൊടുക്കാണ്ട് ഇതിൽ വേറെ ഇത്രയും കാര്യങ്ങളൊന്നും ആവശ്യമില്ല. നമുക്കത് ഈ ജാങ്കോന്റെ മേളിലുള്ളതും താഴത്തുള്ളതൊക്കെ കളയാം. കാരണം നമുക്ക് ജാങ്കോന്റെ മാത്രമേ ആവശ്യമുള്ളൂ. ജാങ്കോ, ബാക്കി ഈ ഫ്ലാസ്കിന്റെ ഇതും കളയാം. ഓക്കെ, പിന്നെ ഈ കമന്റ് ചെയ്തിട്ടേക്കുന്നത് സിംഗിൾ ഹാഷ് മാത്രം കൊടുത്തേക്കുന്നത് മാത്രം കളയാം. ഡബിൾ എടുത്ത് കൊടുത്തേക്കുന്നത് കമന്റ് ചെയ്യാൻ തന്നെയാണ്. സോ കളഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മുടെ കാര്യങ്ങളും ഒക്കെ സെറ്റായി. ഇനി ഇവിടെ അപ്പോഴേക്കും നമുക്ക് ഇവിടെ സെറ്റായോ നോക്കാം കേട്ടോ. ഇവിടെ സെറ്റ് ആയിട്ടില്ല, ഇവിടെ ജാങ്കോ ആയി വന്നേ ഉള്ളൂ. ഓക്കെ, മീൻവൈൽ നമുക്ക് ഇതിൽ നമുക്ക് നമ്മുടെ പാത്ത് കൊടുക്കാണ്ട്, ഈ പാത്തും കൊടുക്കാണ്ട്, ഈ പാത്തിനകത്ത് നമ്മുടെ ബ്ലോഗിന്റെ ഇത് രജിസ്റ്റർ ചെയ്യാണ്ട്. ഇത് ആവാണ്ട് നമുക്ക് ആവാൻ പറ്റില്ല. ഇവിടെ ചെയ്ത് തീരണം. അപ്പോഴേക്കും വെയിറ്റ് ചെയ്യാം. സോ അത് കഴിഞ്ഞു. ആ പ്രോസസ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഇവിടുത്തെ പ്രസന്റ് വർക്കിംഗ് ഡയറക്ടറി PWD നമുക്ക് ഏതാ ഡയറക്ടറി, നമ്മൾ വർക്ക് ചെയ്യുന്ന ഡയറക്ടറി ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഇതാണ് നമ്മൾ വർക്ക് ചെയ്യുന്ന ഡയറക്ടറി. ഇപ്പൊ ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. CD LS അടിച്ചു കഴിഞ്ഞാൽ അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പൊ നമുക്ക് CD ബ്ലോഗ് കൊടുക്കാം. ആ ഫോൾഡറിനകത്ത് നമ്മുടെ LS കൊടുത്ത് കഴിയുമ്പോൾ അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ കാണാണ്ട്. ബ്ലോഗ് ഉണ്ട്, ആ ഓരോ ഇതുണ്ട്, manage.py അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അവര് ഏത് ഫയലാ വെക്കണ്ടേന്ന് പറഞ്ഞു കൊടുക്കണം കറക്റ്റ് ആയിട്ട് തന്നെ. നമ്മുടെ ഇത് അതിൻ്റെ അകത്ത് ആ ആപ്പിന്റെ പേര് ആ settings.py വരെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില് CD ബ്ലോഗിനെയും കൊടുത്തു കഴിയുമ്പോൾ കറക്റ്റ് LS അല്ലേ. അപ്പൊ നമ്മൾ PWD കൊടുക്കുക. കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ആ വർക്കിംഗ് ഡയറക്ടറി ഏതാന്ന് വെച്ചാൽ അത് കിട്ടും. കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് നമ്മുടെ ഈ ഇവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുക. ഇവിടെ പാത്തിനകത്ത് കൊടുക്കുക. പാത്തിനകത്ത് കൊടുക്കാം. പാത്തിനകത്ത് കൊടുത്തു കഴിയുമ്പോൾ എന്നിട്ട് ബ്ലോഗിനകത്ത് സെറ്റിങ്സ് ആണ് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പൊ അത്ര ഉള്ളൂ ഹോസ്റ്റ് ചെയ്യാൻ. എന്നിട്ട് നമ്മള് ഇത് സേവ് ചെയ്തു. വർക്കാവും നമുക്ക് വിശ്വസിക്കാം. പിന്നെ ഇവിടെ പോയിട്ട് ഇത് അപ്ഡേറ്റ് ചെയ്യും. നമ്മൾ ഉള്ള സാധനങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യും. അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, ഈ ലിങ്ക് നോക്കി കഴിഞ്ഞാൽ അത് പോകും. അപ്പൊ എന്തോ പ്രശ്നമുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇവിടെ ഈ ബ്ലോഗ് വേണ്ട, ഒറ്റ ബ്ലോഗ് മതി. നമ്മൾ അകത്ത് ഫോൾഡർ പറയാൻ സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. നമ്മൾ ആ ഫയല് വരെ എത്തിച്ചായിരുന്നു. ലെറ്റ്സ് ട്രൈ. റീഫ്രഷ് ചെയ്തു. അതിന്റെ കണ്ടന്റ്സും കാര്യങ്ങളൊക്കെ റീഫ്രഷ് ചെയ്യിപ്പിച്ചു. ഓക്കെ,
ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ഓക്കെ, അപ്പൊ നമ്മുടെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പൊ ഇനി വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹോസ്റ്റ് നമ്മൾ കൊടുക്കണം. യു നീഡ് ടു ആഡ് ഇത് നമ്മൾ അലോഡ് ഹോസ്റ്റിലേക്ക് നമ്മൾ ഇത് ആഡ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇത് നമുക്ക് അവിടെ ആഡ് ചെയ്യാം. നമ്മുടെ സെറ്റിംഗ്സ് ഡോട്ട് പൈ എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ ഉണ്ട്, നമുക്ക് ഓർക്കണ്ടല്ലോ അല്ലെ. അപ്പൊ അതിലേക്ക് നമുക്ക് ഇത് നമ്മുടെ പൈത്തൺ അല്ല, ഓക്കെ ഒരു മിനിറ്റ്. ഇതല്ല, ഒന്ന് നോട്ടേട്ടാ. ഓക്കെ, അപ്പൊ ഈ ഫോൾഡറിന്റെ അകത്ത് ബ്ലോഗിന്റെ അകത്ത് നമ്മുടെ ആ ഫോൾഡറിന്റെ അകത്ത് ബ്ലോഗിന്റെ അകത്ത് സെറ്റിംഗ്സ് ഡോട്ട് പൈ എന്ന് പറഞ്ഞിട്ടുള്ള ഫയൽ ഉണ്ടായല്ലോ. അതെ, ഈ ബ്ലോഗിന്റെ അകത്ത് സെറ്റിംഗ്സ് ഡോട്ട് പൈ, ആ സെറ്റിംഗ്സ് ഡോട്ട് പൈക്കകത്ത് ഈ അലൗഡ് ഹോസ്റ്റിനകത്തേക്ക് സിംഗിൾ കോഡ്സ് ഇട്ടിട്ട് അതിൽ കൊടുത്താൽ നമുക്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ആവും. സോ ബാക്കിൽ പോയി നമ്മുടെ ടാബ് നോക്കാം, കണ്ടന്റ് റീലോഡ് ചെയ്യാം. എന്നിട്ട് ഒന്നുകൂടെ പോയാ ഓക്കെ, നമ്മളത് ഇത് വന്നു. സ്ലാഷ് ലോഗിൻ അത് വന്നു. അഡ്മിൻ എല്ലാ കാര്യങ്ങളും വന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ ഹോസ്റ്റ് ചെയ്യാനുള്ള ടാസ്കും കാര്യങ്ങളും കഴിഞ്ഞു.